CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുരുത്തിച്ചാൽ പദ്ധതിക്ക് 2 കോടി രൂപ അനുവദിച്ചെന്ന MLAയുടെ പ്രചരണം വ്യാജമാണെന്ന ആരോപണം. മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം 10ഓളം പേർ ഇവിടെ അപകടത്തിൽപ്പെട്ടു. ചെയ്യാത്ത വികസനം ചെയ്തു എന്ന് പറയുന്നത് വേദനാജനകമാണെന്നും മൈനോറിറ്റി മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ജോസ് കൊല്ലിയിൽ പറഞ്ഞു. ഒറ്റപ്പാലത്ത് ഡീൽ ആരോപണവുമായി CPIM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഡീലിന്റെ ഭാഗമായി മുൻ BJP സ്ഥാനാർത്ഥിക്ക് PK ശശി 50 ലക്ഷം നൽകിയെന്ന് എൻ സുരേഷ് ബാബു ആരോപിച്ചു. എറണാകുളം ഏജൻസി വഴിയാണ് പണം കൈമാറിയത്. നിലവിലെ BJP സ്ഥാനാർത്ഥിക്ക് ഡീൽ അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDFന്റെ മറുവശത്ത് BJP LDF പങ്കാളിത്ത സഖ്യമാണെന്ന് രാഹുൽ ഗാന്ധി. പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസംഗത്തിൽ പിണറായി വിജയനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഒറ്റപ്പാലത്ത് ഡീൽ ആരോപണവുമായി CPIM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഡീലിന്റെ ഭാഗമായി മുൻ BJP സ്ഥാനാർത്ഥിക്ക് PK ശശി 50 ലക്ഷം നൽകിയെന്ന് എൻ സുരേഷ് ബാബു ആരോപിച്ചു. എറണാകുളത്തെ ഏജൻസി വഴിയാണ് പണം കൈമാറിയത്. നിലവിലെ BJP സ്ഥാനാർത്ഥിക്ക് ഡീൽ അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥി BJPയുടെ ഒരു മുൻ സ്ഥാനാർത്ഥിക്ക് വലിയ തുക ഓഫർ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. മുൻ സ്ഥാനാർത്ഥിക്ക് പക്ഷെ അത് അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു എറണാകുളത്തെ ഏജൻസി മുഖേനയാണ് അതിനൊരു ശ്രമം നടത്തിയത്. വാഗ്ദാനം ചെയ്ത് ചെറിയ തുകയല്ല, 50 ലക്ഷമാണെന്നാണ് കേട്ടത്. അല്ല, നേരത്തെ ഒരു സ്ഥാനാർത്ഥി, അത് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്കല്ല, മുമ്പുണ്ടായിരുന്ന അല്ല BJPയുടെ മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് എറണാകുളത്തൊരു ഏജൻസി മുഖേന 50 ലക്ഷം ഓഫർ ചെയ്തു. എന്നാൽ ഇപ്പോ നിലവിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ അത് മനസ്സിലാക്കാനിടയായി എന്നുള്ളതും ഇപ്പോ ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ BJPയുടെ വോട്ട് വാങ്ങിക്കുക, ഡീല് നടത്തുക എന്നുള്ളത് ഓരോ മണ്ഡലത്തിലും UDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മണ്ഡലത്തിലെയും UDFന്റെ സ്ഥാനാർത്ഥികൾ അവർക്കാവും വിധം BJPയുമായി ഡീല്. CCN പാലക്കാട്. ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശിയുടെ നാമനിർദ്ദേശ പത്രികയിലെ തെറ്റ് ചൂണ്ടിക്കാട്ടി പരാതി നൽകി LDF. രേഖകളിൽ വയസ്സ് കുറച്ചു കാണിച്ച് യൗവനം നിലനിർത്താനാണ് PK ശശിയുടെ ശ്രമമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പരിഹസിച്ചു. അപ്പൊ അതിന് UDFന്റെ സ്ഥാനാർത്ഥി കോടതിയിൽ പോയി തെളിയിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, കോടതിയിൽ പോയി തെളിയിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തൂടെ? അതല്ലേ UDFന്റെ സ്ഥാനാർത്ഥി ചെയ്യേണ്ടത്. അദ്ദേഹം 2 വയസ്സ് കുറയ്ക്കുക, അല്ലേ? അതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. പത്രക്കാര് ജനവും അതിശയിക്കേണ്ട കാര്യമില്ല. അയാള് വയസ്സ് കുറച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ യൗവനം എല്ലാ കാലത്തും നിലനിർത്താനുള്ള പരിശ്രമം നടക്കുകയാണ്. അങ്ങനെ ഒരു മാനസിക ചിന്ത എല്ലാ കാലത്തും ഉണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ വയസ്സ് അങ്ങനെ സർട്ടിഫിക്കറ്റിലെങ്കിലും കുറച്ചാൽ അദ്ദേഹത്തിന്റെ യൗവനം 16 വയസ്സ് പോലെ അതേപോലെ നിൽക്കുമോ എന്ന ഒരു പരീക്ഷണം അദ്ദേഹം നടത്തിയേ ഉള്ളൂ. അതിൽ അതിശയിക്കാനില്ല. അയാൾ വെല്ലുവിളിക്കുന്നതിന് പകരം ഞങ്ങളുടെ LDFന്റെ നേതാക്കൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക വേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ വെല്ലുവിളിക്കല്ല വേണ്ടത്. ഇടയിൽ ഏതോ ഒരു ന്യൂസ് ചാനലിനോട്
വളരെ മോശമായി പെരുമാറുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. പുള്ളിയുടെ വിചാരം കണ്ടാൽ തോന്നും ഇയാൾ എന്തൊരു വല്ലാത്ത മലയുടെ വലിപ്പമുള്ള ഒരാള് എന്ന് നിனைക്കാം. ഇതുപോലൊരു വീരു ഈ ലോകത്ത് വേറെ ഇല്ല. പക്ഷെ പുള്ളിന്റെ വർത്തമാനം കേട്ടാൽ തോന്നും ഇയാളൊരു മഹാസംഭവമാണ്. സ്വന്തം ബിൽഡപ്പ് നടത്തി ആളുകളെയും അണികളെയും പറ്റിക്കാൻ ഇതുപോലെ ഒരു കക്ഷി വേറെയില്ല. 2 വയസ്സ് തിരുത്തിയതിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അതിശയിക്കേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കെല്ലാം സംശയം ഉണ്ടാവുമല്ലോ, ഇതെന്തിനാ അങ്ങനെ 2 വയസ്സത്തെ. അങ്ങനെ വയസ്സ് ചുരുക്കി ഇദ്ദേഹം ഒരു 19 വയസ്സോ 16 വയസ്സോ അങ്ങനെ ആയി നിലനിൽക്കുക എന്നുള്ളതാണ്. അല്ല, അയാളുടെ മനസ്സിലിരിപ്പാ ഞാൻ പറയുന്നത്. അപ്പൊ അതാണ് പുള്ളിയുടെ ഒരു ലക്ഷ്യം. CCN പാലക്കാട്. തിരുവിഴാംകുന്ന് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി സമാപിച്ചു. 8 ആനകളും വിവിധ കലാരൂപങ്ങളും അണിനിരന്നുള്ള ദേശവേലകളുടെ സംഗമം നടന്നു. രാവിലെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം 7:30 നിറപറയെടുപ്പ്, 10:30 ത്രിപുരാന്തക ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് പുറപ്പാട്, വൈകിട്ട് കാഴ്ച ശീവേലി, മേള പ്രദക്ഷിണം, ദീപാരാധന എന്നിവ നടന്നു. പൂളക്കുന്ന്, കിഴക്കൻ, വടക്കൻ, പടിഞ്ഞാറൻ, തെക്കൻ എന്നീ ദേശവേലകളിൽ നിന്നുള്ള ഗജവീരന്മാരടക്കം 8 ആനകളും വിവിധ കലാരൂപങ്ങളും അണിനിരന്നുള്ള ദേശവേലകളുടെ സംഗമം നടന്നു. രാത്രി മാർഗി രഹിത കൃഷ്ണദാസും അർജുൻ S മാരാറും ചേർന്ന് അവതരിപ്പിച്ച ഇരട്ടത്തായമ്പക, പുലർച്ചെ അരിയേറ്, മേളം, ഇടയ്ക്ക് പ്രദക്ഷിണം, മേള പ്രദക്ഷിണം എന്നിവയോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു. CCN ചത്തല്ലൂർ. മുതിർന്ന പൗരന്മാർക്കായി കടമ്പഴിപ്പുറം സയൻസ് കണ്ണാശുപത്രിയും ഓട്ടോ ബ്രദേഴ്സും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 30 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പൂർണ്ണമായും സൗജന്യമായി പരിശോധനകൾ നടത്താം. മികച്ച നേത്ര ചികിത്സാ സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ച സയൻസ് കണ്ണാശുപത്രി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കുന്നു. 7 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സയൻസ് ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരിയിലെ ആദ്യ ബ്രാഞ്ചിന് ശേഷം ചെർപ്പുളശ്ശേരി, മഞ്ചക്കല്ലിലും കടമ്പഴിപ്പുറത്തുമായി 3 കേന്ദ്രങ്ങളിലൂടെയാണ് ഇപ്പോൾ അത്യാധുനിക ചികിത്സ നൽകി വരുന്നത്. 1-ാം വാർഷികത്തോടനുബന്ധിച്ച് തങ്ങളെ വിശ്വസിച്ച കടമ്പഴിപ്പുറം നിവാസികൾക്ക് നന്ദി അറിയിക്കുന്നതിനൊപ്പം പ്രത്യേകമായ ഒരു നേത്ര പരിശോധന ക്യാമ്പയിനും ആശുപത്രി അധികൃതർ പ്രഖ്യാപിച്ചു. കടമ്പഴിപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ഒരു കണ്ണാശുപത്രി സേവനം ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സെയിൻസ് ഐ ഹോസ്പിറ്റൽ കടമ്പഴിപ്പുറം 1 വർഷത്തിലേക്ക് കടക്കാനിരിക്കുകയാണ്. 8 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സെയിൻസ് ഐ ഹോസ്പിറ്റൽ ചെർപ്പുളശ്ശേരിയിലും കടമ്പഴിപ്പുറത്തും മഞ്ചക്കലുമായി 3 കേന്ദ്രങ്ങളിലുള്ള ജനങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. 8 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സെയിൻസ് ഐ ഹോസ്പിറ്റൽ
ചെർപ്പളശ്ശേരിയിലും കടമ്പയപ്പുറത്തും മഞ്ചക്കലുമായി 3 കേന്ദ്രങ്ങളിലൂടെ ജനങ്ങൾക്ക് വിശ്വസ്തമായ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാളിതുവരെ ഞങ്ങളെ വിശ്വസിച്ച് സ്വീകരിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഓട്ടോ ബ്രദേഴ്സിന്റെ സഹകരണത്തോടെ ഏപ്രിൽ 1 മുതൽ 30 വരെയാണ് ഈ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയുമായി കടമ്പഴിപ്പുറം സയൻസ് കണ്ണാശുപത്രിയിൽ എത്തിയാൽ സൗജന്യ കാഴ്ച പരിശോധനയും ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാകും. പരിശോധനയ്ക്കു ശേഷം തുടർ ചികിത്സയോ ശസ്ത്രക്രിയകളോ ആവശ്യമായി വരുന്നവർക്ക് മഞ്ചക്കല്ലിലുള്ള ഹെഡ് സെന്ററിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഇൻഷുറൻസ് പരിരക്ഷകളോടെയുള്ള ചികിത്സാ രീതികളും ഇവിടെ ലഭ്യമാണ്. വാർഷികത്തിനോടനുബന്ധിച്ച് സെയിൻസ് നിങ്ങൾക്കായി ഒരുക്കുന്നു 2026 ഏപ്രിൽ 1 മുതൽ 30 വരെ കടമ്പയപ്പുറം ഓട്ടോ ബ്രദേഴ്സിന്റെ സംയുക്താഭിമുഖ്യത്തിൽ ഒരു സൗജന്യ കണ്ണു പരിശോധനാ ക്യാമ്പയിൻ. 50 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും സെയിൻസ് ഐ ഹോസ്പിറ്റൽ കടമ്പയപ്പുറത്ത് എത്തുകയാണെങ്കിൽ സൗജന്യ കണ്ണു പരിശോധനയും കണ്ണ് ഡോക്ടറുടെ കൺസൾട്ടേഷനും ലഭിക്കുന്നതാണ്. കൂടുതൽ ചികിത്സയോ ശസ്ത്രക്രിയയോ ആവശ്യമുള്ളവർക്ക് മഞ്ചക്കലുള്ള ഹെഡ് സെന്ററിൽ വെച്ച് സമഗ്ര ചികിത്സയും മറ്റു സേവനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. നാളിതുവരെ നിങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയും തുടർന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരമാവധി എല്ലാവരും ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്തുക. CCN കടമ്പഴിപ്പുറം. കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDFന്റെ മറുവശത്ത് BJP LDF പങ്കാളിത്ത സഖ്യമാണെന്ന് രാഹുൽ ഗാന്ധി പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസംഗത്തിൽ പിണറായി വിജയനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു. There is a political fight taking place in Kerala between the UDF and a partnership between your Chief Minister and the Prime Minister of India. ഇന്ന് കേരളത്തിൽ ഒരു വശത്ത് ഐക്യജനാധിപത്യ മുന്നണിയും മറുവശത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായുള്ള പങ്കാളിത്തവുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. There are big billboards of the Chief Minister and in front of them there is the line, who else? ഇവിടെ മുഴുവൻ കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിയുടെ പടമുള്ള പരസ്യ ബോർഡുകളുണ്ട്. മറ്റാരാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പരസ്യ ബോർഡുകളാണ് കേരളം മുഴുവൻ ഉള്ളത്. As if there is only one man in Kerala who can run Kerala. കേരളത്തെ നയിക്കാൻ കേരളത്തിലെ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് ഈ പ്രചരണവും പരസ്യവും നടന്നുകൊണ്ടിരിക്കുന്നത്. And that's exactly the same philosophy as Narendra Modi in Delhi. നരേന്ദ്രമോദി ഡൽഹിയിൽ പിന്തുടരുന്ന അതേ തത്വശാസ്ത്രമാണ് ഇവിടെയുമുള്ള ഈ പറഞ്ഞത്. Please remember who the LDF's partner actually is. നിങ്ങൾ ഓർക്കുക, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പങ്കാളി ആരാണെന്ന് നിങ്ങൾ ശരിക്കും ഇന്ന് ഓർക്കുക. They are the same people who have set fire to the state of Manipur. മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കത്തിച്ച ആളുകളാണ് ഇന്ന് LDFന്റെ പങ്കാളികളായിട്ടുള്ളത്. They are the same people who attacked Kerala sisters when they were in Chhattisgarh. കേരളത്തിലെ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ആക്രമിച്ച അതേ ആളുകളാണ് ഇന്ന് LDFന്റെ പങ്കാളികളായിട്ടുള്ളത്. They are the same people who divide brothers against each other and spread hatred throughout the country. സഹോദരങ്ങളെ പരസ്പരം വിഭജിപ്പിച്ച് ഈ രാജ്യത്ത് മുഴുവൻ വിദ്വേഷം പരത്തുന്ന അതേ ആളുകളാണ് ഇവരുടെ പങ്കാളികൾ. Question is, why are they partnered together? ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് അവരെന്തുകൊണ്ട് ഒരുമിച്ച് വന്നു, അവരെന്തുകൊണ്ട് പങ്കാളികളാണ്? You ask any left front worker, any left front leader, if the government of Kerala actually follows left policies, and they will answer you that it does not, it is now a corporate party. നിങ്ങള് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവിനോടും പ്രവർത്തകരോടും ചോദിച്ചു നോക്കുക, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഏതെങ്കിലും ഇടതുപക്ഷത്തുള്ള നയങ്ങൾ പിന്തുടരുന്നുണ്ടോ? അവർ പറയും ഇല്ല. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മുതലാളിത്ത നയങ്ങൾ പിന്തുടരുന്ന ഒരു മുതലാളിത്ത ഗവൺമെന്റ് ആണെന്ന് അവർ പറയും. CCN പാലക്കാട്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു നടത്തിയ സംയുക്ത പരിശോധനയിൽ 31 കിലോ ഉണക്ക കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. തിങ്കളാഴ്ച പുലർച്ചെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത്.
മലപ്പുറം പൊന്നാനി സ്വദേശികളായ രാഹുൽ, സുബീഷ് എന്നിവരെയാണ് പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും റെയിൽവേ സംരക്ഷണ സേനയും ചേർന്ന് പിടികൂടിയത്. തിങ്കളാഴ്ച പുലർച്ചെ 3:35ഓടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള കോൺക്രീറ്റ് ഇരിപ്പിടത്തിന് സമീപം വെച്ചാണ് പ്രതികൾ പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ അജു പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും RPF നടത്തിയ പരിശോധനയിലാണ് വൻതോതിലുള്ള കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. CCN പാലക്കാട്. കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. വയനാട് ബത്തേരി മുക്കുത്തിക്കുന്ന് കുന്നത്ത് വീട്ടിൽ നിഖിലാണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരമാണ് അപകടം നടന്നത്. തോട്ടരയിലെ ബന്ധുവീട്ടിൽ ഒരു വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നിഖിൽ. വയനാട് ബത്തേരി മുക്കുത്തിക്കുന്ന് കുന്നത്ത് വീട്ടിൽ നിഖിലാണ് മരിച്ചത്. കരിമ്പുഴ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. CCN കടമ്പഴിപ്പുറം. കുരുത്തിച്ചാൽ പദ്ധതിക്ക് 2 കോടി രൂപ അനുവദിച്ചെന്ന MLAയുടെ പ്രചാരണം വ്യാജമാണെന്ന് ആരോപണം. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 10ഓളം പേർ ഇവിടെ അപകടത്തിൽപ്പെട്ടു. ചെയ്യാത്ത വികസനം ചെയ്തു എന്ന് പറയുന്നത് വേദനാജനകമാണെന്നും മൈനോറിറ്റി മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ജോസ് കൊല്ലിയിൽ പറഞ്ഞു. ഇവിടെ ഏതാണ്ട് 1 ഏക്കർ 50 സെന്റ് സ്ഥലം മിച്ചഭൂമി കണ്ടെത്തുകയും അത് ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത് DTPCക്ക് കൈമാറാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ആ പ്രവൃത്തി നടന്നിട്ട് ഇന്നേക്ക് ഏതാണ്ട് 7-8 വർഷങ്ങളായി. അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലാൻഡ് യൂസ് ബോർഡിൽ നിന്നും അനുമതി ലഭ്യമായിട്ടില്ലാത്തതാവുന്നു. കഴിഞ്ഞ 7-8 വർഷമായി ആ കാര്യത്തിൽ അദ്ദേഹം ഏതെങ്കിലും മേഖലയിൽ ഇടപെടുകയോ അതിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് DTPCക്ക് കൈമാറുന്നതിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാൻ സ്ഥലം MLA ഇടപെട്ടിട്ടില്ല. മാത്രമല്ല ഈ പ്രദേശത്തെ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം MLAയുടെ ജില്ലയായ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ഏതാണ്ട് 10ഓളം ആളുകൾ ഇവിടെ വന്ന് അപകടത്തിൽപ്പെടുകയുണ്ടായി. ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന കുറച്ചു പേർക്ക് വേണ്ടി പുള്ളി ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണോ അതോ തദ്ദേശീയരായ ആളുകൾക്ക് വേണ്ടി ഒരു ടൂറിസം പദ്ധതി വിഭാവനം ചെയ്യുകയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ നാളിതുവരെ ഒരു ഇടപെടലും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ കഴിഞ്ഞ 2018-ലും 19-ലും നടന്ന പ്രളയത്തിൽ ഈ പ്രദേശത്തുള്ള റോഡ് തകർന്നതിന് ശേഷം 1 രൂപ മുടക്കിയ റോഡ് നേരാക്കാൻ നാളിതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ജൽജീവൻ മിഷൻ കുത്തിപ്പൊളിച്ചിട്ട ഈ റോഡ് ഇപ്പോൾ ജൽജീവൻ മിഷൻ പകുതി ഭാഗം ടാർ ചെയ്യുകയും ബാക്കി വീണ്ടും അതുപോലെ തന്നെ യാത്രാക്ലേശത്തോട് കൂടിയിട്ട് കിടക്കുകയുമാണ്. ഈ പ്രദേശത്തെ ആളുകളെ, ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവരുടെ ഒരു പ്രശ്നത്തിലും നാളിതുവരെ സ്ഥലം MLA ഇടപെട്ടിട്ടില്ല. ഇത്രയും നിരുത്തരവാദപരമായി 2 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നോ മറ്റേതെങ്കിലും ഫണ്ടിൽ നിന്നോ ഉപയോഗിച്ചു എന്ന് പറയാൻ മിനിമം അദ്ദേഹത്തിന് ഒരു തൊലിക്കെട്ടിയെങ്കിലും നമ്മൾ ആലോചിക്കണം. കാരണം അത്രമാത്രം മോശമാണ് ആ കാര്യം. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യാത്ത വികസനങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. ഈ പ്രദേശത്തെ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വോട്ടർമാരാണ്. എന്തിനാണ് അവരോട് ഈ രീതിയിൽ അദ്ദേഹം പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ പദ്ധതി ഇന്നും എവിടെയും എത്താതെ, കഴിഞ്ഞ ഈ 8-10 വർഷമായിട്ട് എവിടെയും എത്താതെ നിരവധി ചെറുപ്പക്കാരായ ആളുകൾ ഇവിടെ വന്ന് മരിക്കുന്നു. അതുപോലെ തന്നെ വിധ്വംസക പ്രവർത്തകർ ഈ മേഖല താവളമാക്കിയിരിക്കുന്നു. ഇതിനെതിരെ നിരവധി യോഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സ്ഥലം MLA വിളിച്ചു ചേർത്ത യോഗത്തിലും അടിയന്തരമായി ഇവിടെ പദ്ധതി അദ്ദേഹം കൊണ്ടുവരുമെന്ന് പറഞ്ഞു പോയ ആളാണ്. നാളിതുവരെ 1 രൂപയുടെ വികസനമോ 1 രൂപയുടെ പ്രവൃത്തിയോ ഇവിടെ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 1 ഏക്കർ 50 സെന്റോളം സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രവൃത്തിയിൽ കഴിഞ്ഞ 7 വർഷമായി അദ്ദേഹം ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ല എന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. വസ്തുതകൾ ഇതായിരിക്കെ, സാഹചര്യങ്ങൾ ഇതായിരിക്കെ അദ്ദേഹത്തിന്റെ ഈ ബ്രോഷറിൽ കുരുത്തിച്ചാലിന് വേണ്ടി 2 കോടി രൂപ വെച്ചു എന്നുള്ളത് അരിഭക്ഷണം കഴിക്കുന്ന ഈ പ്രദേശത്തുകാരെ, മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിൽ അരിഭക്ഷണം കഴിക്കുകയും എഴുത്തും വായനയും അറിയുകയും ചെയ്യുന്ന വോട്ടർമാർ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുരുത്തിച്ചാൽ പദ്ധതിക്ക് 2 കോടി രൂപ അനുവദിച്ചെന്ന MLAയുടെ പ്രചരണം വ്യാജമാണെന്ന ആരോപണം. മലപ്പുറം ജില്ലയിൽ നിന്നു മാത്രം 10ഓളം പേർ ഇവിടെ അപകടത്തിൽപ്പെട്ടു. ചെയ്യാത്ത വികസനം ചെയ്തു എന്ന് പറയുന്നത് വേദനാജനകമാണെന്നും മൈനോറിറ്റി മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ജോസ് കൊല്ലിയിൽ പറഞ്ഞു.
ഒറ്റപ്പാലത്ത് ഡീൽ ആരോപണവുമായി CPIM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഡീലിന്റെ ഭാഗമായി മുൻ BJP സ്ഥാനാർത്ഥിക്ക് PK ശശി 50 ലക്ഷം നൽകിയെന്ന് EN സുരേഷ് ബാബു ആരോപിച്ചു. എറണാകുളം ഏജൻസി വഴിയാണ് പണം കൈമാറിയത്. നിലവിലെ BJP സ്ഥാനാർത്ഥിക്ക് ഡീൽ അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDFന്റെ മറുവശത്ത് BJP LDF പങ്കാളിത്ത സഖ്യമാണെന്ന് രാഹുൽ ഗാന്ധി. പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസംഗത്തിൽ പിണറായി വിജയനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.